ശനിയാഴ്ച രാത്രി 10:30 തുടങ്ങിയ യാത്ര തിങ്കളാഴ്ച രാത്രി 11:30 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര അങ്ങ് സങ്കടമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ സർപ്രൈസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞു അപ്പോൾ എനിക്ക് കേക്ക് വേണമെന്നുള്ള കാര്യം. അപ്പോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ അതിശയിച്ച് പോയി. ബലൂണും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കെട്ടി തൂക്കിയിരിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു ഈ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ കേക്ക് കട്ടിക്കും അവർക്കൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം കേക്ക് കട്ട് ചെയ്തപ്പോൾ തൊപ്പി വയ്ക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും തൊപ്പി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കേക്ക് കട്ട് ചെയ്തതാണ്. തനുകുട്ടിക്കാണെങ്കിൽ വരുന്നതിന് തലേ ദിവസം ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ തുടങ്ങി ട്രെയിനിൽ എത്താൻ നേരമായപ്പം കുറച്ച് ഛർദിലും പിന്നെ ഓട്ടോയിൽ വന്നപ്പോൾ വീണ്ടും ഛർദിലൊക്കെ ആയിട്ട് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് മേലൊക്കെ കഴുകി അങ്ങ് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. കാത്തൂട്ടിയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. നേരത്തെ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന പൈസ ഇങ്ങനെ കായ്ക്കുടുക്കയിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞു കേട്ടോ, എനിക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കണക്കായിട്ട് തന്നൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങി വെക്കണമെന്ന്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചു. 2 ദിവസം കഴിയുമ്പോൾ ഇത് എനിക്ക് തടിയെന്ന് പറഞ്ഞിട്ട് വിളി തുടങ്ങും. അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും ബർത്ത്ഡേക്ക് ഇതുപോലൊരു ഗിഫ്റ്റും അത് ഉറപ്പ്.